ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു വീടിൻ്റെ സാധാരണ ഒരു നോർമൽ വീടിൻ്റെ അത്യാവശ്യം വേണ്ട പ്ലംബിങ്ങിൻ്റെ, അതായത് ടാങ്കിൽ നിന്ന് വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, വെള്ളത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ഇത് വന്നിരിക്കുന്നത് മെയിനായിട്ട് വന്നിരിക്കുന്നത് 2 ഇഞ്ച് വാൽവാണ് ടാങ്കിൽ നിന്ന് വന്നിരിക്കുന്നത്. കണ്ടോ, 2 ഇഞ്ച് പൈപ്പ് തന്നെയാണ് മുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് 2 ഇഞ്ച് പൈപ്പ് തന്നെ വന്നിരിക്കുന്നു. ഈ തൊട്ടുപുറത്ത് വന്നിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. അത് ആ 1 ഇഞ്ച് പൈപ്പ് ഓൾറെഡി മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് കയറാനുള്ള വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് CPVC, അതായത് നമ്മുടെ ബാത്റൂമിലേക്ക് ആവശ്യമായ ഹോട്ട് വാട്ടർ വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഹീറ്റർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ആ ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബാത്റൂമിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് പൈപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ലെവൽ കൺട്രോൾ, അതായത് വാട്ടർ ലെവൽ കൺട്രോളറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നു, വയർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത് ഇങ്ങേ അറ്റത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്ന വെള്ളമാണ്. ആ 2 വേസ്റ്റ് വെള്ളം പോകാനായിട്ട് ഡ്രൈനേജിൻ്റെ സെപ്റ്റിക്കിൻ്റെ എല്ലാം ഉദ്ദേശിച്ച്, അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് ലൈനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിതിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ കൊടുത്തിരിക്കുന്ന 2 ഇഞ്ച് പൈപ്പാണ് ടാങ്കിൻ്റെ ഔട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ തന്നെ, അതായത് ബാത്റൂമിൽ നിന്ന് 4 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 4 ഇഞ്ച് ബാത്റൂമിൻ്റെ ഔട്ട് സെപ്റ്റിക്കിൻ്റെ ലേക്ക് കണക്ട് ചെയ്യുന്നതും വന്നിരിക്കുന്ന ക്ലോസറ്റിൽ നിന്നും വന്നത് 4 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നേരെ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നത് കുളിക്കുന്ന വെള്ളത്തിൻ്റെ 2 ഇഞ്ച് വന്നിരിക്കുന്നു. ഈ 4 ഇഞ്ചും അത് ഒരു ബാത്റൂം തന്നെയാണ്. തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ബാത്റൂമുണ്ട്. ഈ ബാത്റൂമുകളെല്ലാം കണക്ട് ചെയ്ത് ഒരു മെയിൻ ഹോൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കണക്ട് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് CPC നമുക്ക് വന്നിട്ട് ഡയറക്റ്റായിട്ട് CPC ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ട് 2 ബാത്റൂമുകളിലേക്ക് സെപ്പറേറ്റ് ആണ് കയറിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി പച്ചവെള്ളമാണ്. നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തെല്ലാം നമ്മളിന്ന് CPC പൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ CPC നമ്മൾ പച്ചവെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് FTA CPC FTA പിന്നെ PVC MTA ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഒരു വാൽവ് നമ്മൾ എപ്പോഴും വെച്ച് കൊടുക്കണം. അതായത് എല്ലാ ബാത്റൂമുകൾക്ക് സെപ്പറേറ്റ് വാൽവ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് മൊത്തം ഓഫ് ചെയ്യാൻ പറ്റാതെ നമുക്ക് ആ സെപ്പറേറ്റ് ബാത്റൂം തന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വാൽവുകൾ എല്ലാ ബാത്റൂമിനും. ഒരു ബാത്റൂം ഉണ്ടെങ്കിൽ ആ ബാത്റൂമിന് സെപ്പറേറ്റ് വാൽവുകൾ നമ്മൾ ബോൾ വാൽവ് സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മെയിൻ്റനൻസും നമുക്കും അതുപോലെ തന്നെ പെട്ടെന്ന് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇഞ്ച് പൈപ്പ് തന്നെ ഏറ്റവും കുറഞ്ഞത് നല്ല ഫോഴ്സ് നിങ്ങൾക്ക് ബാത്റൂമിൽ ലഭിക്കണമെങ്കിൽ അത്യാവശ്യം 2 ഇഞ്ച്, ഏറ്റവും കുറഞ്ഞത് തന്നെ ഒരു 2 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 1.5 ഇഞ്ച് 2 ഇഞ്ച്, ഈ 2ൻ്റെ ഇടയിലുള്ള ഒരു പൈപ്പ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രഷർ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ആദ്യം നമുക്ക് 1 ഇഞ്ചൊക്കെ ഇട്ട് നമ്മൾ പ്രഷർ വന്നു കഴിഞ്ഞാൽ തന്നെ 2-3 ടാപ്പുകൾ ഒന്നിച്ച് തുറന്നു കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിനിമം 2 ഇഞ്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരു കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2 ഇഞ്ച് പൈപ്പ് തന്നെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നല്ലൊരു രീതിയിലുള്ള പ്രഷർ നമുക്ക് കിട്ടും. പിന്നെ പ്രഷർ പമ്പിൻ്റെ ആവശ്യം പോലും നമുക്കില്ലാത്ത രീതിയിൽ തന്നെ അത്രയും പവർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിലേക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന മൊത്തം ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് പൈപ്പും ടാങ്കിലേക്ക്, അതായത് കിണറിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച്, കിണറിൽ നിന്ന് വെള്ളം നമ്മുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിണറിൽ നിന്ന് വെള്ളം കയറാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൈപ്പ് 1 ഇഞ്ച് പൈപ്പ്, പിന്നെ ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പ്, പിന്നെ ലെവൽ കൺട്രോളറിന് വേണ്ടിയിട്ട്, പിന്നെ വേസ്റ്റ് പൈപ്പ്, പിന്നെ എല്ലാ സെപ്പറേറ്റ് ബാത്റൂമുകൾക്ക് സെപ്പറേറ്റ് വാൽവുകൾ. ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.